ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും LK's നാടൻ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു നല്ല നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നോൺ വെജ് ഇഷ്ടമാവുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു നല്ലൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടു വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ മട്ടൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടനിലാണ് ഞാൻ ഈ മട്ടൻ കറി തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ മട്ടൻ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യ വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒരു 3 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോഴേക്കും മട്ടൺ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ ജീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 5 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു തക്കോലം കൂടെ ചേർത്ത് കൊടുക്കണം. തക്കോലം എന്ന് പറഞ്ഞാൽ സ്റ്റാർ അനീസ് എന്ന് പറയുന്ന സ്പൈസ് ഉണ്ടല്ലോ, അതാണ്. അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഇതളുകൾ അടർത്തിയെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഈ സ്പൈസസ് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല, കരിഞ്ഞു പോകാനും പാടില്ല. ചെറുതായിട്ടൊരു മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സ്പൈസസ് എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പിലേക്ക് ആവശ്യമുള്ള പൊടികളും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ എരിവിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, ഇപ്പം ഞാനിവിടെ 1/2 കിലോ മട്ടണിന് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇത് ചെറിയ സ്പൂണാണ്, ടീസ്പൂണിൽ 2 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മുളക് പൊടി ലൈറ്റായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളെല്ലാം തന്നെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഓർക്കുക, എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ പൊടികൾ മൂപ്പിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികൾ കരിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, അതിന് ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പൊടികൾ ഒട്ടും കരിയാതെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ പൊടികളുടെ കളറൊന്നും മാറാണ്ട് എന്നാൽ പച്ചമണം മാറിക്കിട്ടുകയും വേണം. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് നമുക്കിതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പൊടികളെല്ലാം തന്നെ ഞാനൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പൊടികളുടെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ പൊടികളുടെ കൂടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കുടം വെളുത്തുള്ളി, അതായത് ഒരു ചെറിയ കുടം വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ തോലിളക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതിപ്പോൾ ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സവാള, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ നമ്മുടെ കറിയിൽ നല്ലൊരു ക്രീമി ടെക്സ്ചർ ഉണ്ടാവുള്ളൂ. ഇത് നോക്കി ഇതുപോലെ നല്ല മഷി പോലെ ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് വെച്ചിട്ടാണ് നമ്മുടെ ടേസ്റ്റി മട്ടൻ കറി നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കറി തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉള്ളി അരിയുകയോ വഴറ്റുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അരപ്പ് മാത്രമേ വേണ്ടുള്ളൂ നമ്മുടെ ഈ കറി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, ഒരു 3 ഗ്രാമ്പു എല്ലാം കൂടെ ചേർത്ത് ഒന്ന് താളിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
മിക്സി ജാറ് ഒരല്പം വെള്ളം ചേർത്ത് കഴുകി അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചേർത്ത് കൊടുത്ത അരപ്പാണിത്. ഇനിയിപ്പോൾ ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഓർക്കുക, നമ്മൾ മട്ടൺ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ അരപ്പൊന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മൂത്ത് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ അരപ്പിലേക്ക് ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഈ അരപ്പൊക്കെ ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ കൈകളിലേക്ക് തെറിക്കാനും സ്റ്റൗവിലേക്ക് തെറിച്ച് സ്റ്റൗവൊക്കെ വൃത്തികേടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഒന്ന് കുറച്ചിട്ട് അല്പസമയം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കലുണ്ടായിരുന്നു. ഇതിപ്പോൾ നോക്കി നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അരപ്പ് നന്നായിട്ട് തന്നെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്തതെല്ലാം റോ ഇൻഗ്രീഡിയൻസ് ആണ്, ഒന്നും വഴറ്റിയൊന്നുമല്ല ചേർത്തത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുള്ളൂ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അരപ്പ് എത്രത്തോളം മുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ കറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേ നോക്കി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അതിൻ്റെ ചാറോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ അരപ്പിൽ കിടന്ന് നമ്മുടെ മട്ടൺ പീസസൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് അരപ്പൊക്കെ പിടിച്ച് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിത് മൂടി വെച്ചിട്ട് ഏതാണ്ടൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ തുറന്ന് നോക്കാം. ഇത് നോക്കി ഇപ്പം നമ്മൾ ചാറൊക്കെ ഒന്ന് കുറുകി ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു അല്പം ചാറോട് കൂടിയാണ് കറി വേണ്ടതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരല്പം കൂടെ ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരല്പം സമയം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കറി ഏതാണ്ട് തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഈ ചാറ് ഒന്നും കൂടെ ഒന്ന് വറ്റി വരുന്നത് വരെ ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. അതുവരെ ഇതിരിക്കട്ടെ. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് ഏതാണ്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി തയ്യാറായി വന്നിട്ടുണ്ട്. കാഴ്ചയ്ക്ക് തന്നെ നല്ല ഭംഗിയില്ലേ? അതുപോലെ തന്നെയാണ് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഈ മട്ടൺ ചോപ്സൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നില്ലേ, ഏതാണ്ട് അതേ രീതിയിൽ തന്നെയുള്ളൊരു കറിയാണിത്. ഇതേ നല്ല ടേസ്റ്റുള്ളൊരു മട്ടൺ കറി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു മട്ടൺ കറിയാണിത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമാവും. നമുക്ക് ഉള്ളി അരിയണ്ട, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കണ്ട, ഉള്ളി വഴറ്റിയെടുക്കേണ്ട, ഒരു നൂലാമാലകളും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഈ മട്ടൺ കറി ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള.